പ്രിയമുള്ളവരെ, വചനജ്വാല 1670 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 28 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 42 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 41 അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അതേ വർഷം 7-ാം മാസം എലിഷാമായുടെ മകനായ നെത്താനിയായുടെ പുത്രനും രാജവംശജനും രാജാവിന്റെ സേവക പ്രമുഖരിൽ ഒരുവനുമായ ഇസ്മായേൽ 10 ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്പായിൽ അഹിക്കാമിന്റെ പുത്രൻ ഗദാലിയായുടെ അടുത്ത് ചെന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 പേരും എഴുന്നേറ്റ് ഷാഫാന്റെ പുത്രനായ അഹിക്കാമിന്റെ പുത്രനും ബാബിലോൺ രാജാവ് ദേശത്തിന്റെ ഭരണാധികാരിയായി നിയമിച്ചവനുമായ ഗദാലിയായെ വാൾ കൊണ്ട് വധിച്ചു. ഗദാലിയായോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദരെയും കൽദായ യോദ്ധാക്കളെയും ഇസ്മായേൽ സംഹരിച്ചു. ഗദാലിയായെ വധിച്ചതിന്റെ പിറ്റേ ദിവസം അത് പരസ്യമാകുന്നതിന് മുൻപ് ശെക്കേം, ഷീല, സമരിയ എന്നിവിടങ്ങളിൽ നിന്നും 80 പുരുഷന്മാർ മുഖം ക്ഷൗരം ചെയ്തും വസ്ത്രങ്ങൾ കീറിയും ശരീരത്തിൽ മുറിവേൽപ്പിച്ചും കർത്താവിന്റെ ആലയത്തിൽ കാഴ്ചകളും ധൂപവും സമർപ്പിക്കാൻ വന്നു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായിൽ മിസ്പായിൽ നിന്ന് അവരെ എതിരേൽക്കാൻ വിലപിച്ചു കൊണ്ടുവന്നു. അവരെ കണ്ടപ്പോൾ അഹിക്കാമിന്റെ പുത്രനായ ഗദാലിയായുടെ അടുത്തേക്ക് വരുവിൻ എന്ന് പറഞ്ഞു. നഗരത്തിൽ എത്തിയപ്പോൾ നെത്താനിയായുടെ മകൻ ഇസ്മായേലും കൂടെ ചേർന്ന് അവരെ വധിച്ച് ഒരു കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇസ്മായിലിനോട്, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ ഗോതമ്പ്, ബാർലി, എണ്ണ, തേൻ എന്നിവ സംഭരിച്ച് വയലിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ അവരെ മറ്റുള്ളവരോടൊപ്പം വധിച്ചില്ല. ഇസ്മായിൽ കൊന്നവരുടെ ശരീരങ്ങൾ വലിച്ചെറിയപ്പെട്ട കിണർ ഇസ്രായേൽ രാജാവായ ബാഷായെ ഭയന്ന് ആസാ രാജാവ് സ്വരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു. നെത്താനിയായുടെ മകനായ ഇസ്മായേൽ അത് മൃതദേഹങ്ങൾ കൊണ്ട് നിറച്ചു. അതിനുശേഷം അവൻ മിസ്പായിൽ അവശേഷിച്ച എല്ലാവരെയും രാജകുമാരികളെയും സേനാനായകനായ ബസൂരതൻ അഹക്കാമിന്റെ മകനായ ഗദാലിയായെ ഏൽപ്പിച്ചവരിൽ അവശേഷിച്ചവരെയും തടവുകാരാക്കി അമ്മോന്യരുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. നെത്താനിയായുടെ മകൻ ഇസ്മായേൽ വരുത്തിവെച്ച അനർത്ഥങ്ങൾ കരോയയുടെ മകൻ യോഹന്നാനും പടത്തലവന്മാരും അറിഞ്ഞു. അവർ യോദ്ധാക്കളെയും കൂട്ടി ഇസ്മായേലിനെതിരെ പുറപ്പെട്ടു. ഗബയോനിലേക്കുള്ള വലിയ കുളത്തിനരികെ വെച്ച് അവനുമായി ഏറ്റുമുട്ടി. കരേയായുടെ പുത്രനായ യോഹന്നാനെയും പടത്തലവന്മാരെയും കണ്ടപ്പോൾ ഇസ്മായേലിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അത്യധികം സന്തോഷിച്ചു. മിസ്പായിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയ എല്ലാവരും ഇസ്മായേലിനെ വിട്ട് കരേയായുടെ മകൻ യോഹന്നാനോട് ചേർന്നു. എന്നാൽ ഇസ്മായേൽ 8 പേരോടൊപ്പം യോഹന്നാനിൽ നിന്ന് രക്ഷപ്പെട്ട് അമ്മോന്യരുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഗദാലിയായെ വധിച്ചതിന് ശേഷം ഇസ്മായേൽ മിസ്മായിൽ നിന്ന് തടവുകാരായി കൊണ്ടുവന്ന യോദ്ധാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഷണ്ഡന്മാരെയും യോഹന്നാനും പടത്തലവന്മാരും കൂട്ടിക്കൊണ്ടുപോയി. അവർ ബത്ലഹേമിന് സമീപം കിംഹാ താവളത്തിൽ താമസിച്ചു.
ഈജിപ്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദേശത്തെ ഭരണാധികാരിയായി ബാബിലോൺ രാജാവ് നിയമിച്ച ഗദാലിയായെ ഇസ്മായേൽ വധിച്ചതിനാൽ അവർ കൽദായരെ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഗോന്ത്രാൻ രാജാവിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലീൻസിന്റെയും ബർഗൻഡിയുടെയും രാജാവായിരുന്നു ഗോന്ത്രാൻ. ഇദ്ദേഹം ക്ലോട്ടയർ രാജാവിന്റെ മകനാണ്. വിശുദ്ധ ക്ലോട്ടിൽഡ അദ്ദേഹത്തിന്റെ മാതാമഹിയാണ്. ജ്യേഷ്ഠൻ ചാരിബർട്ട് പാരീസ് ഭരിച്ചു. 561 ഗോന്ത്രാൻ രാജ്യഭരണം ഏറ്റെടുത്തത്. ചലോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം. അതിമോഹികളായ സഹോദരന്മാർക്കും ലംബാർഡുകൾക്കുമെതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളൊന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനമരുളുകയാണ് ചെയ്തത്. പ്രജകളുടെ വന്യ സ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അദ്ദേഹം അനുതാപ കണ്ണീർ ചിന്തിക്കൊണ്ടിരുന്നു. സുവിശേഷ തത്വങ്ങൾ അനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുകയില്ലെന്ന് കരുതുന്നവർക്ക് ഗോന്ത്രാൻ രാജാവിന്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ്. ഗോന്ത്രാൻ രാജാവ് തിരുസഭയിലെ അജപാലകരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു. അദ്ദേഹം മർദ്ദിതരുടെയും സംരക്ഷകനും പ്രജകൾക്ക് വത്സല പിതാവുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം ശ്രദ്ധിച്ചിരുന്നു. തന്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവ തിരുമുൻപാകെ വിലപിക്കുകയും ചെയ്തിരുന്നു. പടയാളികളുടെ ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു. എന്നാൽ തന്നോട് ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചു വന്നു. പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ഉദാരമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടുമിരുന്നു. പ്രജാവത്സലനും ദൈവഭക്തനുമായ ഈ രാജാവ് 68 വയസ്സിൽ 593 മാർച്ച് 28 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 32 വർഷത്തോളം രാജ്യം ഭരിച്ച ഗോന്ത്രാൻ രാജാവ് തൻ്റെ കാരുണ്യശീലം കൊണ്ടാണ് വിജയം വരിച്ചത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗോന്ത്രാൻ രാജാവിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.